ഹലോ ഫ്രണ്ട്സ്, ബിഡോൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്താ വീഡിയോ നമ്മൾ കുറച്ച് ടാപ്പ് മൈനിങ് ബോർഡ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത്. കുറേയൊക്കെ നിങ്ങൾ മുന്നേ തന്നെ ചെയ്യുന്നതായിരിക്കും, പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഒന്നുകൂടെ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞു തരാണ്. കാരണം ഈ ഒരു ഒക്ടോബർ നവംബറിൽ കുറേ ടാപ്പ് മൈനിങ് ബോട്ട് ലിസ്റ്റിംഗ് വരുന്നുണ്ട്. നമ്മുടെ ടെലിഗ്രാമിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് ബോട്ട്സും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാംസ്റ്റർ എല്ലാവർക്കും നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ട്. പണിയെന്നല്ല, നമ്മൾ ഇത്രയും വർക്ക് എടുത്തതിനുള്ള ആ ഒരു പ്രോഫിറ്റും കാര്യങ്ങളൊന്നും അവർ തന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ പോകാൻ വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നല്ല ബോട്ട്സ് നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ഒരു 3-4 നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇൻട്രൊഡ്യൂസ് അല്ല, ഒന്നുകൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷേ നമ്മൾ ടെലിഗ്രാം ചാനലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഫുള്ളി ലിസ്റ്റ് ബൈ ലിസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഉള്ള ഫസ്റ്റ് ടു ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടോപ്പ് പ്രയോറിറ്റി അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ആ ഒരു ലിങ്ക് എല്ലാം നിങ്ങൾ ചെയ്യുക. നല്ലൊരു പ്രോഫിറ്റ് വരുന്ന ഒരു 2-3 മന്ത്സിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ വീഡിയോയിലോട്ട് ഇങ്ങനെ പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യുക. കാരണം നമുക്ക് എല്ലാ ടൈമിലും വീഡിയോ ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനുള്ള റീസൺ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഹാംസ്റ്ററിൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ലേറ്റ് ആയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് ടൈമിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മാക്സിമം ടൈം കിട്ടുമ്പോൾ ഓൺ ദ സ്പോട്ടിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഓൺ ദ ടൈമിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇടുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒക്ടോബർ 9 ഇപ്പോൾ ലിസ്റ്റിംഗ് പറഞ്ഞിരിക്കുന്ന ടോക്കൺ നമ്മുടെ മീമിഫൈ ടോക്കണാണ്. അപ്പോൾ മീമിഫൈ ടോക്കണിൽ കുറേ പേര് ഇനിയിപ്പോൾ ഒക്ടോബർ 9 ലിസ്റ്റിംഗ് വന്നു, ഇനിയിപ്പോൾ കയറിയിട്ട് എന്തിനാണെന്ന് ചോദിക്കുന്നവരുണ്ടാവും. പക്ഷേ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കയറി കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല രീതിക്കുള്ള കോയിൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ടാപ്പ് ചെയ്യാം. അപ്പോൾ ടാപ്പ് ചെയ്ത ശേഷം നമുക്കിവിടെ ഹെൽത്ത് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഹെൽത്ത് നമ്മൾ മാക്സിമം റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ എനിക്ക് 20 lakhs ഉണ്ട്. അപ്പോൾ ഈ ഒരു 20 lakhs ഇനി ഒരു 2,56,000 കൂടെ ഞാൻ ഈ ഒരു ബോട്ടിൻ്റെ എനർജി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ലെവൽ 3 പോയിട്ട് ലെവൽ 4 ആകും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ലെവൽ 1 ആയിരിക്കും. ലെവൽ 1 5,000 ഹെൽത്ത് ആയിരിക്കും ഉണ്ടാകുക. 5,000 ഹെൽത്ത് ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ ബൂസ്റ്ററിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ബൂസ്റ്റേഴ്സ് ഉണ്ടാകും. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഹാംസ്റ്ററിൽ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇതിൽ നിങ്ങൾ റീചാർജ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. അതേപോലെ തന്നെ എനർജി ക്യാപ്പ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം, ഡാമേജ് ഇൻക്രീസ് ചെയ്യാം. ഒരു ടാപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഒരു ടാപ്പിൽ നമുക്ക് 11 എനർജി ലോസ് ആകുന്നുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു 4 ഫിംഗർ യൂസ് ചെയ്തിട്ട് വെർട്ടിക്കലായിട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോട്ടിൻ്റെ ഹെൽത്ത് പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റത്തെ ഒരു ടിപ്പാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബൂസ്റ്ററിൻ്റെ ഒരു ഐക്കൺ കാണാൻ വേണ്ടി പറ്റും ലെഫ്റ്റ് മിഡായിട്ട്. അപ്പോൾ ഈ ഒരു ബൂസ്റ്ററിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്പിന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു സ്പിന്ന് നമ്മൾ എടുത്തെടുത്ത് പറയാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിൽ ഒരു എത്തീരിയത്തിൻ്റെ ഒരു സിമ്പിൾ കാണും. ആ ഒരു സിമ്പിൾ നിങ്ങൾ 20 ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 6 ആയിരുന്നു. അത് പിന്നെ കുറേ പേര് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ 16 ആക്കി. ഇപ്പോൾ കുറേ പേര് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അവർ 20 ആക്കി. അപ്പോൾ 20 നമ്മൾ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിക്കറ്റ് കിട്ടും. ഇപ്പോൾ എനിക്കിപ്പോൾ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് 6,89,659 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറാണ് എൻ്റെ ടിക്കറ്റ് നമ്പർ. അപ്പോൾ അത്രാമത്തെ പേഴ്സണാണ് ഞാൻ ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് നാളെ മോർണിംഗ് ആകുന്ന സമയത്ത് നമ്മളൊരു വിന്നർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാലറ്റിലോട്ടേക്ക് ഈ ഒരു സംഭവം ക്രെഡിറ്റ് ആവും. ജസ്റ്റ് ബാക്കിലോട്ട് അപ്പോൾ നമുക്കിവിടെ വാലറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു വാലറ്റിലായിരിക്കും നമുക്ക് ഈ ഒരു ടോക്കൺസ് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ടോക്കൺസ് നിങ്ങളൊരു വിന്നർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാലൻസ് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഗൈസ് നമുക്ക് അടുത്തൊരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഏൺ സെക്ഷനിലോട്ടേക്ക് വരിക. ഏൺ സെക്ഷനിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറേ ഇവൻറ്റ്സ് കാണും. ഇവൻറ്റ്സ് അല്ല, ഇവർ തന്നെ വീഡിയോസാണ്. അപ്പോൾ ഈ ഒരു വീഡിയോസ് നമ്മൾ മാക്സിമം വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ടോക്കൺസ് ഇവിടെ നമുക്ക് നോക്കാം. 10 സ്പിന്ന് കിട്ടുന്നുണ്ട്. 10 സ്പിന്ന്. അപ്പോൾ എല്ലാത്തിലും 10 സ്പിന്ന് കിട്ടും. നമ്മൾ ഒരു 200 സ്പിന്നൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇവൻറ്റ് ഈസി ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്രണ്ട്സ്, ഏൺ സെക്ഷനിൽ ഒന്നുമില്ല, ജസ്റ്റ് ഏൺസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ വീഡിയോസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഓരോ വീഡിയോസ് കാണുന്നതിനും 5 ലക്ഷം കോയിൻസും 10 സ്പിന്നും കിട്ടും. അപ്പോൾ ഈ ഒരു 10 വീഡിയോ ഉണ്ട് കഴിഞ്ഞാൽ 10 വീഡിയോ അല്ല, ഒരു 20 വീഡിയോ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, കാണുന്നും വേണ്ട. ഇവിടെ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ചാനൽ ലിങ്ക് കിട്ടും. ഈ ചാനൽ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയും. ആ 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. 200 സ്പിന്നായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എത്തീരിയത്തിൻ്റെ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ആ പ്രൈസും ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. പ്രീവിയസ് വിന്നേഴ്സിനെയും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. അപ്പോൾ ഒരാൾക്ക് ഒരു ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടിക്കറ്റ് നിങ്ങൾ വിന്നറാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തീരിയം നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇങ്ങനെ ക്രെഡിറ്റ് ആവും. അപ്പോൾ ഇതാണ് കഴിച്ച് നമ്മുടെ മിമിഫൈൻ്റെ ഡീറ്റെയിൽസ്. ഇനിയിപ്പോൾ നമുക്ക് മെയിൻലി പറയാനുള്ളത് നമ്മളിവിടെ ഒരു ലിങ്ക് നമുക്ക് ഇത് ഓൾഡ് ലിങ്കാണ്. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഫസ്റ്റ് മൂൺ പിക്സ് ആണ്. അപ്പോൾ ഈ ഒരു മൂൺ പിക്സ് എന്തായാലും നിങ്ങൾ ക്ലെയിം ചെയ്യാം. കാരണം ബൈനാൻസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള
ബൈനാൻസ് തന്നെ അപ്ഡേറ്റ് ചെയ്ത ഒരു ടോക്കണാണ്. അപ്പോൾ ഇത് മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യണം. കാരണം വിത്തിൻ ഒരു 1 മന്ത് 2 മന്തിൽ നമുക്ക് ഈ ഒരു ടോക്കൺ ലിസ്റ്റ് ആകുന്നതാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ബൈൻഡ് യുവർ അക്കൗണ്ട് എന്നുണ്ട് ബൈനാൻസ് അക്കൗണ്ട് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും ബൈനാൻസിലോട്ടേക്ക് ആയിരിക്കും പോവുക. അപ്പോൾ ആ ഒരു അക്കൗണ്ട് നിങ്ങൾ ടെലിഗ്രാമിൽ ഒരെണ്ണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിലേ ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്ക് വേറൊരു ടെലിഗ്രാം അക്കൗണ്ടിൻ്റെ ഈ ഒരു മൂൺപിക്സ് ബൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ബൈനാൻസ് കയറ്റണം, അതിൽ KYC കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു റെസ്ട്രിക്ഷൻ തന്നെയാണ് നമുക്ക്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എന്തായാലും ചെയ്യുക, ഇതും ചെയ്യുക. പിന്നെ നമുക്കിവിടെ പ്ലേ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം കളിക്കാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നുമില്ല, ഈ ഒരു സംഭവം ഇങ്ങനെ ഗെയിം കളിച്ചാൽ മതി. 1 മിനിറ്റിൻ്റെ ഒരു ഗെയിമായിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് ഇത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടോക്കൺസ് ഒക്കെ ക്ലെയിം ചെയ്യാം. അപ്പോൾ നമുക്ക് ഗെയിം കളിച്ച് 165 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 കിട്ടും. ആ ഒരു ടൈമർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് റീക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് കളിച്ചുകൊണ്ടേ ഇരിക്കാം, പോയിൻറ്റ്സ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം നല്ല പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ വേണ്ടി നോക്കുക. ലീഡർ ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റുള്ളവർക്ക് ഏകദേശം 5 ലാഖിൻ്റെ അടുത്ത് പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ക്ലെയിം ചെയ്യുക. അടുത്ത് നമുക്ക് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ബ്ലമ്മാണ് മെയിൻലി ചെയ്യേണ്ടത്. ബ്ലം നമുക്ക് ഒക്ടോബറിൽ തന്നെ എന്തായാലും ലിസ്റ്റിംഗ് വരും. ഓക്കെ, ഷുവറായിട്ട് ഒക്ടോബറിൽ ലിസ്റ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും നമുക്ക് അത്യാവശ്യം പോയിൻറ്റ്സ് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഏൺ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് അതിലോരോ ടാസ്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ വീഡിയോസിൽ ഓരോ കീവേഡ്സ് ഉണ്ടാവും. ആ ഒരു കീവേഡ്സ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 250 പോയിൻറ്റ്സ് വെച്ച് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ നമുക്ക് സോഷ്യൽ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് ഉണ്ടാവും. പിന്നെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വാലറ്റ് നിങ്ങൾ മെയിൻലി കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതെന്തായാലും ബ്ലം മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് ടോം മാർക്കറ്റ് സ്നാപ്ഷോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലിസ്റ്റിംഗ് ആൻഡ് TGE ഒക്ടോബർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലെവൽ ചാർട്ട് ചെയ്ത് ടോം മാർക്കറ്റ് നമ്മൾ മുന്നേ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം ഹാർവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ സ്റ്റാർട്ട് ഫാമിംഗ് കൊടുത്താൽ മതി. പിന്നെ നമുക്കിവിടെ ടൊമാറ്റോയിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി 5000 ഫ്രീ ടൊമാറ്റോസ് കിട്ടും. ഓരോ ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ ടോക്കൺസ് കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ വാലറ്റിലോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ വാലറ്റ് കണക്ട് ചെയ്ത് വയ്ക്കുക. മെയിൻലി എല്ലാത്തിലും നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടി നോക്കുക. പിന്നെ നമുക്ക് റാറ്റ് കിങ്ഡം. ഓക്കെ, റാറ്റ് കിങ്ഡം നിങ്ങൾ എന്തായാലും ചെയ്യുക. കാരണം റാറ്റ് കിങ്ഡംസിൽ ഇവിടെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ടാസ്കൊക്കെ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഈ ഒരു ടാസ്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിക്ക് ഫ്രണ്ടിലോട്ടേക്ക് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഡിസംബറിലാണ് ലിസ്റ്റിംഗ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസംബറിൽ നമുക്ക് എന്തായാലും ലിസ്റ്റിംഗ് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വാലറ്റ് നിങ്ങൾ കണക്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് ടോൺ സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു ടോൺ സ്റ്റേഷൻ 5 ദിവസം കൂടെ ഉള്ളൂ ഫാമിങ്. അപ്പോൾ ഈ ഒരു ടോൺ സ്റ്റേഷനിലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ടാസ്ക് അറിയാൻ നമുക്ക് ഫാമിങ് തന്നെയാണ്. ഫാമിങ്ങിൽ ക്ലെയിം ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കോസ്റ്റിൽ കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇതിൽ മേക്ക് ഡെയിലി ടോൺ ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ബാക്കി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് തന്നെ ചെയ്ത് കഴിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനെ മാക്സിമം റെഫർ ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യുക. അടുത്തത് നമുക്ക് നമ്മുടെ നോട്ട് കോയിൻ്റെ തന്നെ അല്ലെങ്കിൽ ടെലിഗ്രാമിൻ്റെ തന്നെ ഡുറോവ് അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടാപ്പ് മൈനിങ് ബോട്ടാണ് നോട്ട് പിക്സൽ. അപ്പോൾ ഈ ഒരു നോട്ട് പിക്സൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യുക. ഇതിലൊന്നുമില്ല, ജസ്റ്റ് പെയിൻറ്റ് അടിക്കുകയാണ്. പെയിൻറ്റ് അടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് എനർജീസും കാര്യങ്ങളൊക്കെ വേണം. ആ ഒരു എനർജീസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഡെയിലി ലോഗിൻ ചെയ്താൽ തന്നെ അത്യാവശ്യം നമുക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള ഈ ഒരു കൗപ്പാണ്. ഈ ഒരു കൗപ്പും നമ്മൾ ടെലിഗ്രാമിൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടൊരു സംഭവമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും അപ്ഡേറ്റഡ് ലിങ്ക് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ടെലിഗ്രാമിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ ടാപ്പ് മൈനിങ് ബോട്ടിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളൊന്നും പറഞ്ഞേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ തന്നെ കുറേ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ എങ്ങനെയാണ് ഓരോ ടാപ്പ് മൈനിങ് ബോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻഡെപ്തായിട്ട് ഒരെണ്ണത്തിൻ്റെ പറഞ്ഞു തരാത്തത്. കാരണം അത് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ടൈം ലേറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് മാക്സിമം ഡെയിലി ലോഗിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കുക. അപ്പോൾ ലിസ്റ്റിംഗ് ടൈമിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വീഡിയോ ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നില്ല, ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.